നീ 10-12 സ്പാൻഡർ എടുത്തേ. 10-12 സ്പാൻഡർ എടുക്ക്. അത് അങ്ങനെ അവന്റെ പണി മേടിക്കാൻ വന്ന് 12 4 മതിയോ? മൊത്തം 4 ആറ് കണ്ടിട്ട് അളവാ പറഞ്ഞ 10-12 സ്പാൻഡർ എടുക്കാൻ എന്ന് പറഞ്ഞാൽ എടാ ഒരു സ്പാൻഡർ. അതെ 12. ആ എടുക്ക്. നിങ്ങളല്ലേ കേട്ടോ, നിങ്ങൾ പോയി എടുക്കും. വേറെ പണിയുണ്ട്. ഇത് ശരിയാവില്ല കേട്ടോ. നീ ഇപ്പൊ എന്ത് പരിപാടിയായി കാണിച്ചത്? റാഗിങ്. റാഗിങ്ങോ? ആ ഞാൻ അങ്ങോട്ടേത് ഇപ്പൊ ഞാൻ എടുക്കുന്ന അവനില്ല. ആ പട്ടാളക്കാരന്റെ വണ്ടി ശരിയാക്കി കൊടുത്തോ? അപ്പൊ ആ ചാനല്ലേ പറഞ്ഞ ഇനി പട്ടാളക്കാരൻ വരൂല, അവിടെ വെടിവെച്ച് വീഴ്ത്തും, നമുക്ക് ഈ വണ്ടി സ്വന്തമായിട്ട് എടുക്കാന്ന്. ദേ വന്നു. പോയി. എഴുന്നേറ്റ് വാടാ. ഞാൻ വണ്ടിക്ക് ഓയിൽ നോക്കുകയത്. ആണോ? എന്റെ ഓയിൽ നോട്ടം ഞാൻ നിർത്തും. നീ നിൽക്കടാ. എടാ അച്ഛനാ, ഞാൻ ഏത് വണ്ടിയിലെ അടിയിലാണ് കയറുന്നത്? ഇപ്പൊ ജയന്തി ജനത വരും, അതിന്റെ അടിയിലേക്ക് കയറും. ഇതന്നെ നന്നാക്കാനായിട്ട് അങ്ങനെ കയറുന്നത്. പൊക്കളെ അവിടെ നീ ക്ലീൻ ചെയ്യാൻ നിനക്ക് വണ്ടി നന്നാക്കാൻ അറിയാവോ? ഇവിടെ മനുഷ്യൻ നിക്കറെ മുള്ളിൽ നിൽക്കും. അന്നേരം അതെ, അതിർത്തിയിൽ പാത്തിരുന്ന് നുഴഞ്ഞു കയറ്റക്കാരെ വെടിവെച്ച് കൊന്നിട്ടുള്ളവനാണ് ഈ ഹോസ് നായക മുകുന്ദൻ മേനോൻ. എന്റെ മുമ്പിൽ പാത്ത് കളിക്കുന്നോടാ റാസ്കൽ. അല്ല ഞാനേ ഓയിൽ ചെക്ക് ചെയ്തേ. നീ ഫോൺ വിളിച്ചിട്ട് ഞാൻ എന്താ എടുക്കാഞ്ഞത്? എന്നാ പറഞ്ഞ? ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാഞ്ഞത്? എന്റെ സാറേ, എന്റെ ഫോൺ വെള്ളത്തിൽ പോയിരുന്നു. അയ്യോ, ഫോൺ വെള്ളത്തിൽ പോയായിരുന്നു. ചുമ്മാതല്ല, ഞാൻ എടുത്തപ്പോൾ സൗണ്ട് കേട്ടു. ഈ വണ്ടി എന്റെ വണ്ടിയാണ്. അതെ, 10 മാസമായി തന്നിട്ട് എപ്പ കിട്ടും? സാർ ഈ വണ്ടിക്ക് ധൃതി പിടിക്കേണ്ട കാര്യം എന്താ? സാറിന്റെ വീട്ടിൽ കേൾട്ടൺ ഒരു മാരുതി കാറില്ലേ ഉണ്ടായിരുന്നു. അതിന്റെ അത് അമ്മാവൻ കൊണ്ടുപോയി. ഒരു ടാറ്റ സഫാരി ഉണ്ടല്ലോ 57 58. അതും അമ്മാവൻ കൊണ്ടുപോയി. ഈ അമ്മാവൻ എന്നാ പണി? ഫീസ് എടുത്താ തവണ അടച്ചില്ലേ അമ്മാവൻ എടുത്തിട്ട് പോകും. അതൊക്കെ പോട്ടെ, ഇവൻ ആരാണ്? കുറെ നേരമല്ലോ ഇങ്ങനെ നടക്കണത്. അത് ബോംബെന്ന് വന്ന രാജേഷ് ഖന്ന. ബോംബെന്ന്. എന്റെ രാജേഷ് ഖന്ന സാറേ, അതിർത്തിയിൽ തണുപ്പത്തിരിക്കുമ്പോൾ എനിക്ക് ചൂട് പകർന്നിരുന്ന അദ്ദേഹം താങ്കളുടെ സിനിമയിലെ പാട്ടുകളാണ്. എന്തോരം പാട്ടുകൾ താങ്കളുടെ സിനിമയിൽ ഞാൻ കേട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ആ സിനിമ അഭിനയിക്കാൻ വിട്ടിട്ട് ഈ വർക്ക്ഷോപ്പിൽ വന്നത്? ഈ കറുത്ത് ഓഞ്ഞു പോയത് എന്താണ്? അത് മലേറിയ വന്നാ. സാറേ 10 മിനിറ്റിനുള്ളിൽ വണ്ടി ശരിയാക്കി തരും. വണ്ടി ശരിയാക്കുമല്ലോ. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് എന്തെങ്കിലും സോറോ പറഞ്ഞോണ്ടിരിക്കേ. ഞാൻ അവളുടെ സോറി പറയണം. സോറി അല്ലെന്ന്, എന്തെങ്കിലും സോറോ എന്തെങ്കിലും വർത്താനം പറഞ്ഞോണ്ടിരിക്കേ. ഓട്ടോ ചേച്ചി വാ, സൊറ പറയാം. സൊറ പറഞ്ഞിട്ടല്ലേ പെട്ടെന്ന് പെട്ടെന്ന് അതിർത്തിയിലേക്ക് വിളിക്കുന്നോണ്ടാണ് ഞാനീ പോണതേ. എന്നാലും എന്റെ ചേട്ടാ, കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളൊരൊറ്റ പോക്കല്ലായിരുന്നു പോയത്. പിന്നെ എല്ലാ ലീവിനും വരും, എന്നിട്ട് വന്ന് അങ്ങോട്ട് പെട്ടി താഴെ വെക്കും, അപ്പൊ തന്നെ അവര് വിളിക്കും, നിങ്ങൾ തിരിച്ചങ്ങ് പോകും. എന്താ ചേട്ടാ ഇങ്ങനെ? അതെന്റെ കുഴപ്പമാണോ? പിന്നെ ഞാനൊരു ജവാനല്ലേ. ഒരു ജവാൻ രാജ്യത്തെയാണ് സ്നേഹിക്കേണ്ടത്. പിന്നെ എന്താ വെച്ചാൽ പെണ്ണുപിള്ള സ്നേഹിക്കണ്ടായോ ചേട്ടാ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ ഇപ്പൊ പറയണേ? ജാക്കി വെക്കണം. ജാക്കി വെക്ക്.